ഇന്നൊരു ചെറിയ ട്രിപ്പാണ്. അപ്പോൾ വേറെ അങ്ങോട്ടുമല്ല, ഇപ്പോൾ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം ടു തലശ്ശേരി കൊട്ടിയൂർ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറിയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജനശതാബ്ദി ട്രെയിനാണ്. ഉച്ചയ്ക്ക് 2:50 എടുത്തത്. അപ്പോൾ ഞങ്ങൾ തലശ്ശേരിയിലെത്തിയപ്പോൾ രാത്രി 12:30 മണിയായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വന്നിട്ട് വേറൊരു ഓപ്ഷനും ഇല്ല, റൂം കിട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 1600 രൂപയ്ക്ക് ഈ റൂം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്ര നല്ല റൂമൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് തലശ്ശേരി എന്ന് തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ കൊട്ടിയൂരോട്ട് പോകുന്നത്. അപ്പോൾ കണ്ണൂർ ഇറങ്ങിയേക്കാളും ദൂരം കുറവാണ് തലശ്ശേരിയിൽ നിന്ന് പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തലശ്ശേരിയിൽ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റൂം എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മളൊരു 2.25 മണിക്കൂറോളം യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ കൊട്ടിയൂരോട്ട് എത്തുന്നത്. അപ്പോൾ കൊട്ടിയൂർ എത്തുമ്പോഴത്തേക്കുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പശ്ചിമഘട്ട വനമേഖലയിൽ ബാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതീവ പുണ്യപ്രധാനവുമായ ശിവക്ഷേത്രമാണ് ഈ കൊട്ടിയൂർ മഹാദേവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ തീർത്ഥസ്ഥലം ശിവഭക്തർക്കിടയിൽ അത്യുന്നത സ്ഥാനമാണ് ഉള്ളത്. പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന അപൂർവമായ ഒരു ദൈവിക അനുഭവമാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പുരാണപ്രകാരം ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി നടത്തിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. ദക്ഷൻ തൻ്റെ മരുമകനായ മഹാദേവനെ ക്ഷണിക്കാതെ യാഗം നടത്തിയതിൽ മനം നൊന്ത സതീദേവി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്തുവെന്നാണ് വിശ്വാസം. തുടർന്ന് ക്രുദ്ധനായ ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം നശിപ്പിക്കുകയും ദക്ഷനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പുണ്യസ്ഥലങ്ങൾ ഇന്നും കൊട്ടിയൂരിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ശിവശക്തി സങ്കല്പത്തിൻ്റെ മഹത്തായ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഇരട്ട രൂപമാണ്. ബാവലി നദിയുടെ പടിഞ്ഞാറേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കരെ കൊട്ടിയൂർ, അതായത് വടക്കേശ്വരവും സ്ഥിരം ക്ഷേത്രമാണ്. നദിയുടെ കിഴക്കേ കരയിൽ അക്കരെ കൊട്ടിയൂർ താൽക്കാലിക ആരാധനാ കേന്ദ്രവുമാണ്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വൈശാഖ മഹോത്സവ കാലത്ത് തുറക്കപ്പെടുന്നു. അവിടെയുള്ള സ്വയംഭൂ ശിവലിംഗം പ്രകൃതിദത്തമായ തുറസായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും മെയ് ജൂൺ മാസങ്ങളിലായി നടക്കുന്ന 28 ദിവസത്തെ വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൻ്റെ പ്രധാന ആഘോഷമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ഈ കാലയളവിൽ ദർശനത്തിനായി എത്തിച്ചേരുന്നു. നെയ്യാട്ടം, ഇളനീർ വയ്പ്, ഇളനീരാട്ടം, രോഹിണി ആരാധന തുടങ്ങിയ അപൂർവ ആചാരങ്ങൾ ഈ മഹോത്സവത്തിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും ഈ കല്ലിൽ ഉരയ്ക്കുമ്പോൾ നമുക്ക് ചന്ദനം കിട്ടും കേട്ടോ. അപ്പോൾ അതും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ്. ഞങ്ങളവിടെ എത്തുമ്പോൾ കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയമെടുക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടാണ്, ക്യൂവിലൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അതെന്തായാലും നന്നായി. കാരണം എന്ന് വെച്ചാൽ ക്യൂവിൽ നിന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോൾ ഉള്ള ശീവേലി കാണാൻ പറ്റില്ലായിരുന്നു. ശരിക്കും ഈ വെള്ളത്തിലിങ്ങനെ ചവിട്ടി നമ്മളിങ്ങനെ നടന്ന് അമ്പലം എത്താറായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും കാണാം, ഭയങ്കര ക്യൂ ആണ്. ഇപ്പുറത്തെ സൈഡൊക്കെ, ഇടത് സൈഡിലൊക്കെ കാണുന്നതൊക്കെ അവിടെ നിന്നുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ആളായിരുന്നു, പറയാൻ വയ്യ, അത്രയും നല്ല ആളും. മാത്രമല്ല ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മഴ നനഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് 2:50 തിങ്കളാഴ്ചയാണ് ട്രെയിനിൽ കയറുന്നത്. രാത്രി അവിടെ എത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് നമ്മളിത് ഇവിടെ എത്തുന്നത്. വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ ആയിരുന്നു. അവിടുത്തെ ശീവേലി കാഴ്ചകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു.
ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ശീവേലി സമയത്ത് നമുക്കവിടെ എത്താൻ പറ്റിയത്. അവിടെ നിന്ന് തന്നെ അന്നദാനവും കഴിച്ചുകൊണ്ട് ഇറങ്ങി. ഇവിടെ ആയിരക്കണക്കിന് ഭക്തർ സമർപ്പിക്കുന്ന ഇളനീർ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേകം ലോക പ്രശസ്തമാണ്. നമുക്ക് കാണാം ക്ഷേത്ര പരിസരം സസ്യസമൃദ്ധമായ വനങ്ങളും മലനിരകളും നദിയും ചേർന്ന് അത്യന്തം മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആണ് കാണിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തേക്കാൾ പ്രകൃതിയെ തന്നെയാണ് ഇവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ ഭാഗമാക്കി കാണുന്നത്. തുറസായ ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്ന പൂജകളും നദിയിലൂടെ കടന്നു പോകുന്ന തീർത്ഥാടകരും കൊട്ടിയൂരിനെ ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാക്കുന്നു. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, പുരാണ ചരിത്രവും പ്രകൃതിയും ഭക്തിയും സമന്വയിപ്പിക്കുന്ന ദിവ്യഭൂമിയാണ്. ശിവഭക്തർക്കും ആത്മീയ അന്വേഷകർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട മഹാപുണ്യ തീർത്ഥക്ഷേത്രമായി കൊട്ടിയൂർ അറിയപ്പെടുന്നു. അവിടുത്തെ ഈ വൈശാഖ ഉത്സവം പ്രമാണിച്ചിട്ടുള്ള പൂജ കർമ്മങ്ങൾ, അതിൻ്റെ ഒരു റേറ്റാണ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ ചെടിയിലൂടെ ഇങ്ങനെ നടന്നാണ് പോകുന്നത്. ഈ ഒരു ബാവലി നദി കാണുമ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേകം അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സാധാ ഒരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുന്ന ഒരു ഫീലല്ല. ഇങ്ങനെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് മഴയൊക്കെ നനഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരു ഫീല് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തും ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ കല്ല് ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്ത് ആചാരമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പോറ്റി വന്നിട്ട് ആ കല്ലൊക്കെ ഇങ്ങനെ മറിച്ചിടുന്നതാണ് കണ്ടത്. പിന്നെ ആചാരം അതിനെപ്പറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് ഒത്തിരി കടകളുണ്ട്. എല്ലാ സാധനവും നമുക്ക് അവിടെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓടപ്പൂവാണ്. അവിടെ പോയി ആ ഓടപ്പൂ വാങ്ങുന്നത് ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഈ ഓടപ്പൂ കാണാൻ പറ്റും കേട്ടോ. ഒരു ഓടപ്പൂവിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊരു നല്ല രസമായിരുന്നേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചുറ്റിനും എവിടെ നോക്കിയാലും ഒത്തിരി ഇങ്ങനെ കടകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങാനായിട്ടായാലും പോകാനും ചെയ്യാം. ഒരു പ്രത്യേക ഒരു എന്താ പറയുക വൈബ് തന്നെയാണ്. ഇനി അടുത്ത് ക്ഷേത്രമാണ് ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം അക്കരെ കൊട്ടിയൂർ തൊഴുതതിന് ശേഷമാണ് ഇക്കരെ കൊട്ടിയൂർ വരേണ്ടത്. അപ്പോൾ ഞങ്ങൾ അക്കരെ കൊട്ടിയൂർ തൊഴുതിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി തൊഴുതിട്ട് വന്നു. പിന്നെ ഇറങ്ങുന്ന സമയത്ത് സത്യസായി ബാവയുടെ പേരിൽ ഒരു ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് തലശ്ശേരിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു കാഴ്ച നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും നിങ്ങളൊന്ന് മിസ് ചെയ്യരുത്. ഈ മാസം 28-ാം തീയതി വരെയാണ് ഉത്സവം ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.